Welcome back to English Ladder. ഞാൻ എന്നും കുറേ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും നിങ്ങൾക്ക് തരാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്നെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടായിരിക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളതെന്ന്. തീർച്ചയായും അതെ. ഹൗ ക്യാൻ വി കൗണ്ട് അൺകൗണ്ടബിൾ നൗൺസ്? എങ്ങനെ പറ്റും? അൺകൗണ്ടബിൾ നൗൺസ് ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ. ഫോർ എക്സാമ്പിൾ ബ്രെഡ്, വാട്ടർ, ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ് അല്ലേ. ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്, അതായത് അൺകൗണ്ടബിൾ നൗൺസ് എങ്ങനെ നമുക്ക് കൗണ്ടബിൾ ആയി പറയാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറ്റും കേട്ടോ. ഇംഗ്ലീഷിൽ അങ്ങനെ നമ്മളെ കൗണ്ടബിൾ ആക്കാനായിട്ട് അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് മെഷർ വേർഡ്സ് എന്ന് പറയുന്നത്. മെഷർ വേർഡ്സ്. സോ എന്താണെന്നറിയോ ഈ മെഷർ വേർഡ്സ്? ഇംഗ്ലീഷിൽ ഒരുപാട് മെഷർ വേർഡ്സ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രെഡ് എന്ന് പറയുന്നത് എടുക്കുകയാണ്. ബ്രെഡിനെ നമ്മൾ എങ്ങനെ, അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലേ. എങ്ങനെ അത് കൗണ്ടബിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചോ? എന്നാൽ സ്ലൈസ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. എ സ്ലൈസ് ഓഫ് ബ്രെഡ്, എ സ്ലൈസ് ഓഫ് ബ്രെഡ് എന്നാണ് നമ്മൾ കൗണ്ടബിൾ ആക്കി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ലൈസ് ആണ്, ബ്രെഡിനെ ഫുള്ളായിട്ടല്ല പറയുന്നത്, ഒരു സ്ലൈസ് ആണെന്ന്. അതുപോലെ തന്നെ ബ്രെഡിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെഷർ വേർഡാണ് പീസ്. എ പീസ് ഓഫ് ബ്രെഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പീസസ് ഉണ്ട് എന്നാണെങ്കിൽ എങ്ങനെ പ്ലൂറൽ ഫോം നമ്മൾ യൂസ് ചെയ്യും? 2 pieces ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ 2 or 3 slices ഓഫ് ബ്രെഡ് എന്ന് നമുക്ക് പറയാം. സോ സ്ലൈസ് എന്ന് പറയുന്നത് ഒരു മെഷർ വേർഡാണ്. സോ ഈ സ്ലൈസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബ്രെഡിൽ മാത്രമാണോ? അല്ല കേട്ടോ. എനി കൈൻഡ് ഓഫ് മീറ്റ് ഓർ ഫിഷ് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എ സ്ലൈസ് ഓഫ് പോർക്ക്, എ സ്ലൈസ് ഓഫ് ചിക്കൻ, എ സ്ലൈസ് ഓഫ് ഫിഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പീസും നമുക്ക് ഈ ഒരു എല്ലാ മീറ്റ് വെറൈറ്റീസിലും പറയാൻ പറ്റുന്നതാണ്. എ പീസ് ഓഫ് ചിക്കൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ പീസ് ആൻഡ് സ്ലൈസ് ആണ് നമ്മൾ ഈ മീറ്റ് വെറൈറ്റീസിന്റെ കൂടെയും അതുപോലെ തന്നെ ബ്രെഡിന്റെ കൂടെയും യൂസ് ചെയ്യുന്നത്. ഇനി സ്ലൈസ് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ലൈസ് എന്ന് പറയുന്ന മെഷർ വേർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലേസ് ഏതാണെന്നറിയോ? ചീസ് ഓർ ബട്ടർ. ചീസും ബട്ടറും ഒക്കെ നമ്മൾ അല്ലാതെ എങ്ങനെ കൗണ്ടബിൾ ആയി പറയാൻ പറ്റും? പറ്റില്ല അല്ലേ. അവിടെ ഒരു മെഷർ വേർഡ് കൂടിയേ തീരത്തുള്ളൂ. സോ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് എ സ്ലൈസ് ഓഫ് ബട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ എ സ്ലൈസ് ഓഫ് ചീസ് എന്ന് നമുക്ക് പറയാം. അപ്പം എൻ്റെ ഫസ്റ്റ് മെഷർ വേർഡ് എന്ന് പറയുന്നത് സ്ലൈസ് ആയിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് മെഷർ വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, എനിക്കിത് അറിയാമല്ലോ, പക്ഷെ ഞാൻ അങ്ങനെയാണോ യൂസ് ചെയ്തിരുന്നതെന്ന്. സെക്കൻഡ് മെഷർ വേർഡ് എന്താണെന്ന് അറിയാം? വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷർ വേർഡാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. കണ്ടെയ്നർ ആണ് അല്ലേ. ലിക്വിഡ് ഫോമിനെ ഒരിക്കലും നമുക്ക് കൗണ്ടബിൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ വാട്ടർ. എങ്ങനെ നമുക്ക് ഓരോന്ന് വെച്ച് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ നമുക്കൊരു മെഷർ ടൂൾ കമ്പൽസറി ആണ്. സോ അങ്ങനെയുള്ളപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലാസ്. എ ഗ്ലാസ് ഓഫ് വാട്ടർ, എ ഗ്ലാസ് ഓഫ് വൈൻ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ലിക്വിഡ് ഫോംസിൽ നമുക്ക് ഗ്ലാസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് മറ്റൊരു കണ്ടെയ്നർ ഫോമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷർ വേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ തേർഡ് വേർഡ്. അതെന്താണെന്ന് അറിയോ? ബോട്ടിൽ. ക്ലിയർ ആയില്ലേ? എ ബോട്ടിൽ ഓഫ് വാട്ടർ, ബോട്ടിൽസ് ഓഫ് വാട്ടർ, ബോട്ടിൽ ഓഫ് വൈൻ, ബോട്ടിൽസ് ഓഫ് വൈൻ എന്നൊക്കെ നമുക്ക് പറയാം. പ്ലൂറലും സിംഗുലർ ഫോമിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതായിരുന്നു എൻ്റെ തേർഡ് മെഷർ വേർഡ്, ബോട്ടിൽ എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഫുഡൊക്കെ എടുക്കാനായിട്ട്, കഴിക്കാൻ എടുക്കാൻ നേരത്തെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. കറിയൊക്കെ എടുക്കാൻ നേരത്തും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു മെഷറിംഗ് വേർഡാണ്. എന്താണെന്ന് അറിയാവോ? ബോൾ. ബോൾ. എ ബോൾ ഓഫ് റൈസ്, എ ബോൾ ഓഫ് സീരിയൽ, എ ബോൾ ഓഫ് പാസ്ത, or else we can say a bowl of സൂപ്പ്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. റൈസ്, സീരിയൽ, സൂപ്പ്, പാസ്ത, ഇതിനൊക്കെ നമുക്ക് ബോൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. BOWL, ബോൾ എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് പ്ലൂറൽ ഫോമിലും നമുക്ക് തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റും. 2 bowls ഓഫ് റൈസ്, 2 bowls ഓഫ് സൂപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇത് നമുക്കൊരു മെഷറിംഗ് വേർഡാണ്. നമുക്ക് മെഷർ ചെയ്യാനായിട്ട്, നമ്മൾ എത്ര എടുക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ബോൾ. ഇനി അടുത്തത് നിങ്ങളെല്ലാം ഷുവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർ വേർഡാണ്. നിങ്ങൾ വിചാരിച്ച് കാണത്തില്ല ഇതൊരു മെഷർ വേർഡാണെന്നല്ലേ, പക്ഷെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഏതാണെന്നറിയോ? കപ്പ്. കപ്പ് ഒരു മെഷർ വേർഡാണ് കേട്ടോ. എ കപ്പ് ഓഫ് കോഫി, ഐ നീഡ് എ കപ്പ് ഓഫ് കോഫി. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അല്ലേ. കോഫി,
ടീ, അതുപോലെ തന്നെ മിൽക്ക് ഒക്കെ നമുക്ക് കപ്പ് എന്ന് പറയുന്ന മെഷർ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. എ കപ്പ് ഓഫ് കോഫി, എ കപ്പ് ഓഫ് ടീ, എ കപ്പ് ഓഫ് മിൽക്ക് എന്ന് നമുക്ക് പറയാം. പ്ലൂറൽ ഫോമിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 cups ഓഫ് ടീ, 2 cups ഓഫ് കോഫി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കപ്പ് ഒരു മെഷർ വേർഡാണ്. ഇനി മുന്നോട്ട് പോവുകയാണ്, അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു വേർഡാണ് ബാഗ് എന്ന് പറയുന്നത്. ബാഗ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് എല്ലാം അറിയാം അല്ലേ, പക്ഷെ അതൊരു മെഷർ വേർഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? എവിടൊക്കെയാണ് മെഷർ വേർഡ് ആയിട്ട് ബാഗ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. എ ബാഗ് ഓഫ് റൈസ്, നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ നേരത്ത്, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് വരാൻ നേരത്ത് ഒരു ബാഗായിട്ടാണ് അല്ലേ നമ്മൾ റൈസ് ഒക്കെ വാങ്ങിക്കാറുള്ളത്. അതിപ്പോൾ ഒരു എന്താണ് നമ്മൾ പറയുന്നത്, മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു മെഷർ വേർഡാണ് ബാഗ് എന്ന് പറയുന്നത്. എ ബാഗ് ഓഫ് റൈസ്, എ ബാഗ് ഓഫ് ഫ്ലവർ, FLOUR, എ ബാഗ് ഓഫ് ഫ്ലവർ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എ ബാഗ് ഓഫ് ഷുഗർ, ഇപ്പോൾ 5 kgs ഒക്കെ ഒരു ബാഗ് ആയിരിക്കും പലപ്പോഴും നമ്മൾ വാങ്ങിക്കാറുള്ളത്. സോ അങ്ങനെയുള്ളപ്പോഴും നമുക്ക് ബാഗ് എന്ന് പറയുന്ന വേർഡ്, മെഷർ വേർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു മെഷർ വേർഡ് എന്താണെന്നറിയോ? ബാർ. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? എ ബാർ ഓഫ് ഗോൾഡ്. എങ്ങനെയുണ്ട്? ലക്കി ആണെങ്കിൽ അല്ലേ. എ ബാർ ഓഫ് ചോക്ലേറ്റ്, എ ബാർ ഓഫ് സോപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബാർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള മെഷർ വേർഡ് ആണ്. നമ്മുടെ ലാസ്റ്റ് മെഷർ വേർഡിലേക്ക് വരാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടാകത്തില്ല. എന്താണേലും നെക്സ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഏതാണ് വേർഡ് എന്നറിയോ? കാർട്ടൺ. ഈ നമ്മൾ ജ്യൂസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കാർട്ടൻസ് ആയിട്ടല്ലേ കിട്ടാറുള്ളൂ, ഒരു ബോക്സ് ആയിട്ട് കിട്ടും അല്ലേ. സോ അവിടെ നമുക്ക് കാർട്ടൺ എന്നാണ് പറയുന്നത്. എ കാർട്ടൺ ഓഫ് ജ്യൂസ്, എ കാർട്ടൺ ഓഫ് ജ്യൂസ് കൂടാതെ തന്നെ നമുക്ക് കാർട്ടൺ യൂസ് ചെയ്ത് പറയാൻ പറ്റുന്ന മിൽക്ക് നമുക്ക് പറയാൻ പറ്റും. എ കാർട്ടൺ ഓഫ് മിൽക്ക് എന്ന് നമുക്ക് പറയാം. നമുക്ക് കാർട്ടൺ പലപ്പോഴും ഇങ്ങനെയുള്ള ജ്യൂസ്, മിൽക്ക്, ഐസ്ക്രീം ഒക്കെ നമുക്ക് കാർട്ടൺ എന്നാണ് യൂസ് ചെയ്യുന്നത്. എ കാർട്ടൺ ഓഫ് ഐസ്ക്രീം എന്ന് നമ്മൾ പറയും, അതായത് ബോക്സ് ഓഫ് ഐസ്ക്രീം പോലെ തന്നെ. സോ ഇനിയുള്ളപ്പോൾ തീർച്ചയായും ചിന്തിച്ച് പറഞ്ഞോളൂ, അൺകൗണ്ടബിൾ നൗൺസിന് നമുക്ക് മെഷർ വേർഡ്സ് യൂസ് ചെയ്ത് കൗണ്ടബിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് ഫെമിലറൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് entertaining വീഡിയോയുമായി തീർച്ചയായും ഞാൻ വരുന്നതാണ്. Till then it's bye from me, Sruthy. Take care.